ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ രഞ്ജുലിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. രേണുസുധി ബിഗ് ബോസിലെത്തിയതിനു ശേഷം PR വർക്ക് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊരു ചർച്ച ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട്. സത്യത്തിൽ PR വർക്ക് ഉണ്ട് എന്ന് തന്നെയാണ് എനിക്കുള്ള ഒരു ധാരണ. പക്ഷേ ഈ സംഭവം കത്തിന്ന് വരാനുള്ള ഒരു കാരണം, വൺ ഓഫ് ദ റീസൺസ് എന്ന് പറയുന്നത്, മൂപ്പൻസ് എന്ന് പറയുന്ന വ്ളോഗറെ കുറിച്ച് ഖൈസ് എന്ന് പറയുന്ന മറ്റൊരു വ്ളോഗർ, എല്ലാവരും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്, ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തികൾ, പക്ഷെ കുറെ കൂടി കുറച്ചധികം ഓഡിയൻസ് ഉള്ളവരാണ് ഇവരൊക്കെ. അപ്പോൾ മൂപ്പനെ കുറിച്ച് ഖൈസ് പറഞ്ഞൊരു അഭിപ്രായം, അതിനുശേഷം മൂപ്പൻ റിപ്ലൈ ചെയ്യുന്നു, പിന്നീട് ഖൈസ് റിപ്ലൈ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ PR വർക്ക് നടക്കുന്നുണ്ടെന്നുള്ള ഒരു ചർച്ച വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PR വർക്ക് ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നത്. കാരണം ഇത്തരം പ്രോഗ്രാമുകൾക്ക് PR വർക്ക് ആവശ്യമാണ്. വോട്ടിങ്ങിലൂടെയാണല്ലോ വിന്നറെ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ ആരെ എലിമിനേറ്റ് ചെയ്യണം വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് വോട്ടിങ്ങിലൂടെയാണ്. അപ്പോൾ വോട്ടിങ്ങിന് പ്രാധാന്യമുള്ളൊരു സംഭവം വരുമ്പോൾ, അതിപ്പോൾ ബിഗ് ബോസ് ആയാലും സ്റ്റാർ സിംഗർ ആയാലും ഏതൊരു റിയാലിറ്റി ഷോ ആയാലും PR വർക്ക് ആവശ്യമാണ്. PR വർക്ക് ഇല്ലാതെ ആരും പിടിച്ചു നിൽക്കാൻ പോകണമെന്നില്ല. അപ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, അതേപോലെ തന്നെ പാളിപ്പോയൊരു PR വർക്ക്, രേണുസുധിന്റെ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ വന്നു. പക്ഷെ അത് പിന്നീട് ചോദ്യം ചെയ്യപ്പെട്ട് ആള് നിർത്തിപ്പൊരിക്കേണ്ട ഒരു സാഹചര്യം വന്നു. പക്ഷെ എന്നാലും ചില ആൾക്ക് മനസ്സിലായിട്ട് ഇതൊക്കെ PR വർക്കാണെന്നുള്ളത്. ഇതിന്റെ ചില ഉള്ളുകളികളെ കുറിച്ച് സംസാരിക്കാനായിട്ട് എനിക്ക് മനസ്സിലായിരുന്നില്ല. ഞാനത് എനിക്ക് ബിഗ് ബോസിന് ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചൊന്നും ഒരു ധാരണയുമില്ല, എനിക്ക് അവിടെ ഒരു കോൺടാക്റ്റും ഇല്ല എന്താണെന്ന് പറയാം. പക്ഷേ ഈ PR വർക്ക് എന്ന് പറഞ്ഞെടുക്കുന്ന സംഭവത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാം. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങോട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെയും എനിക്ക് ഡിജിറ്റൽ മീഡിയ മാർക്കറ്റിംഗ് ഒക്കെ എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ടാണ് ചില ഉള്ളുകളികളെന്ന് ഞാൻ പറഞ്ഞത്. ആദ്യം നമുക്ക് ഈ ഖൈസ് മൂപ്പനെ കുറിച്ച് പറഞ്ഞ കാര്യം ഒന്ന് കേട്ടു നോക്കാം. 2 ആഴ്ച മുമ്പ് വരെ രേണുവിനെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്ത ആളാണ് ഇദ്ദേഹം എന്ന് ഓർക്കണം. പെട്ടെന്നൊരു ദിവസം രേണു പാവമാണ് എന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നേരിടുന്നത് രേണുവിനാണെന്നൊക്കെ ഇദ്ദേഹത്തിന് അങ്ങോട്ട് തോന്നുകയാണ്. നന്മ അങ്ങോട്ട് മെഴുകുകയാണ്. പിന്നെ ഇദ്ദേഹം പണ്ടും ബിഗ് ബോസിലെ ചില കണ്ടസ്റ്റന്റുകൾക്ക് PR വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആളുടെ പേര് ഞാൻ പറയാം, മൂപ്പൻസ് വ്ലോഗ്. അതെ, മൂപ്പൻ തന്നെ. ഇയാൾ രേണുവിന്റെ PR ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും രേണു ബിഗ് ബോസിൽ കയറിയ സമയത്ത് പെട്ടെന്നൊരു സ്നേഹം പൊട്ടി മുളിക്കണം എന്നുണ്ടെങ്കിൽ അതിലെന്തോന്നും ഇല്ലാതില്ലല്ലോ. മൂപ്പൻ എല്ലാവർക്കും അറിയാലോ. ഞാൻ മൂപ്പന്റെ വീഡിയോകൾ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ പ്രത്യേകിച്ച് സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളോ നിലപാടുകളോ ഒന്നും ഇദ്ദേഹം പറയാറില്ല എന്നുള്ളതാണ്. ഒന്നെങ്കിൽ അവിടെ ഇവിടെയും തൊടാതെ സംസാരിക്കും, അല്ലെങ്കിൽ 2 തോണിയിലും കാലിടും. ചില സെലക്റ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളിൽ മാത്രം സ്ട്രൈറ്റ് ആയിട്ട് സംസാരിക്കും. അതായത് തനിക്ക് നെഗറ്റീവ് വരില്ല, വിമർശനം വരില്ല എന്ന് തോന്നുന്ന വിഷയങ്ങളിൽ മാത്രം മൂക്കി സംസാരിക്കും. അല്ലാത്ത വിഷയങ്ങളിൽ അവിടെ ഇവിടെയും തൊടാതെ സംസാരിക്കും. കുറച്ച് വീഡിയോകളൊക്കെ പ്ലേ ചെയ്യും, എന്നിട്ട് അങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ, നിങ്ങൾക്ക് എന്താണ് ഇതിന് പറയാനുള്ളത്, ഒന്ന് താഴെ കമന്റ് ചെയ്യണേ എന്ന് പ്രേക്ഷകരോട് പറയും. സ്വന്തമായ അഭിപ്രായം പറയൂല. അതാണ് മൂപ്പന്റെ ശൈലി. ഇത് ഖൈസ് പറഞ്ഞതിന് ഞാൻ 100% യോജിക്കുകയാണ്. ഇതിനകത്ത് ഒരു സൈഡ് പോലും പറയാനില്ല. കാരണം മൂപ്പന്റെ വീഡിയോ ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കണ്ടിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിരുന്നു. കാരണം ഞാൻ നേരത്തെ ചെയ്തൊരു വിഷയത്തിന് സമാനമായ വിഷയങ്ങൾ വേറെ ആൾക്കാർ ചെയ്യുമ്പോൾ എന്തായാലും ഞാൻ കാണാറുണ്ട്. അത് ആര് ചെയ്താലും സമാനമായ വിഷയങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ പേഴ്സ്പെക്റ്റീവ് കൂടി മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവരുടെ എടുത്തിട്ടുള്ള കണ്ടന്റ്, പ്രധാനമായിട്ട് അവരെടുത്തിട്ടുള്ള കണ്ടന്റ് ഞാൻ ശ്രദ്ധിക്കാത്തൊരു കണ്ടന്റ് ആണോ എന്നറിയുന്നതിന് വേണ്ടി, ആ കണ്ടന്റ് റെലവൻ്റ് ആണോ എന്നറിയുന്നതിന് വേണ്ടി ഇതെല്ലാം കാണാറുണ്ട്. അപ്പം ഞാൻ ഇന്നോ അല്ലെങ്കിൽ ഇന്നലെ രാത്രിയോ മൂപ്പൻ വ്ളോഗ് ചെയ്ത നീരജായിട്ട് ബന്ധപ്പെട്ട വിഷയം കൂടി ഞാൻ കണ്ടായിരുന്നു. അതിൽ പോലും സ്വന്തമായിട്ടൊരു നിലപാട് പറയാനായിട്ട് മൂപ്പൻ തയ്യാറായിട്ടില്ല. എന്ന് വെച്ചാൽ എല്ലാത്തിലും നിലപാട് പറയില്ലെന്നുമല്ല. സാധാരണ ചിലപ്പോൾ ഖൈസിന്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിലും ആളുകൾ ഒരുപക്ഷെ വിമർശിക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ കണ്ടു അതിന്റെ വീഡിയോയിൽ വരുന്ന കമന്റുകൾ പരദൂഷണം ആണെന്ന് പറഞ്ഞിട്ട്. ഖൈസ് എടുക്കുന്ന ടോപ്പിക്കുകൾ പ്രത്യേകം ഉണ്ടായിരിക്കാം. ആ ടോപ്പിക്കുകൾ എൻ്റെ ടോപ്പിക് ഓഫ് ഇൻട്രസ്റ്റ് അല്ല, അതുകൊണ്ട് ഞാൻ എടുക്കാറില്ല. ഇപ്പോൾ അത് വളരെ ഇഷ്ടമാണല്ലോ, ഏത് ചോയ്സ് എടുക്കണമെന്നുള്ള അവരുടെ ഇഷ്ടമാണ്. ഞാൻ എടുക്കുന്നതെല്ലാം മഹത്തരമായ ടോപ്പിക്കാണെന്നല്ല, എൻ്റെ ടോപ്പിക് ഓഫ് ഇൻട്രസ്റ്റ് അതല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അത് എടുക്കാറില്ല എന്നുള്ളൂ. എങ്കിലും ഈ കാര്യത്തിൽ ഖൈസ് പറഞ്ഞത് ശരിയാണ്. മൂപ്പൻ ഈ സംഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അഴകുഴമ്പൻ നിലപാടാണ് പലരും എടുക്കുന്നത്. സത്യത്തിൽ തുടക്കത്തിലെ നമ്മൾ പറഞ്ഞ നിലപാടുകൾ ശരിയാണ്. രേണുസുധി ആദ്യം വന്ന സമയത്ത് അവരൊരു വിധവയാണ്, അല്ലെങ്കിൽ അവരൊരു സിംഗിൾ പാരന്റ് ആണ്, അതേപോലെ ബോഡി ഷേമിങ് ചെയ്യുന്നുള്ള പല പോസ്റ്റുകളും വന്നപ്പോൾ അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു ഫ്രെയിമിൽ നിർത്തി ഒരാളുടെ അവസരങ്ങളില്ലാതെ, അല്ലെങ്കിൽ അയാൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് അയാളെ വിലക്കാനോ നമ്മൾ പാടില്ല എന്ന വിശ്വാസം ഇന്നും ഇപ്പം റീസെൻ്റ് ആയിട്ട് ഒരു ഫാഷൻ ഷോയിൽ കണ്ടസ്റ്റ് ചെയ്യുന്നത് കണ്ടു. അത് അവരുടെ ഇഷ്ടമാണ്, അവർക്കും ചെയ്യാം. പക്ഷേ ഫാഷൻ ഷോ ആസ് എ ഫാഷൻ ഷോ കാണുന്ന ഒരാളെന്ന നിലയിൽ, അല്ലെങ്കിൽ ആ ഫാഷൻ ഷോ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ പ്രസൻറ്റേഷൻ ഈസ് എൻ അൾട്ടിമേറ്റ് ഫ്ലോപ്പ്. ആ പ്രസന്റേഷനുള്ള പ്രതികരണമാണ്, അങ്ങനെ നമുക്ക് പറയാം. അതേസമയം തന്നെ രേണുസുധിയുടെ കോലം കണ്ട്, ഈ കോലം വെച്ചിട്ടാണോ നീ ഫാഷൻ ഷോയ്ക്ക് വരുന്നതെന്ന് ചോദിക്കുന്നതാണ് ബോഡി ഷേമിങ്. പ്രസന്റേഷൻ മോശമാണെങ്കിൽ പ്രസന്റേഷൻ മോശമാണെന്ന് പറയാം. ഇതുവരെ രേണു ചെയ്തതിൽ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരേ ഒരു കാര്യം, അവരൊരു പാട്ട് പാടി ഞാൻ കേട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അതല്ലാതെ ബാക്കി റീൽ ചെയ്യുന്നാലും ഡാൻസ് ചെയ്യുന്നാലും മോഡലിംഗ് ചെയ്യുന്നാലും ഒക്കെ പരമ ബോറെന്ന് പറഞ്ഞാൽ ബോറാണ്. പക്ഷെ അവർക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യാം, അത് അവരുടെ ഇഷ്ടം. പക്ഷെ ചെയ്യുന്ന കാര്യം ബോറാണ്, പാട്ടൊഴിച്ച്. ഇനി രേണുസുധി PR വർക്ക് ചെയ്യുന്നുണ്ട്. PR ഉണ്ടെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഞാൻ റീസെൻ്റായിട്ട് തന്നെ ഫേസ്ബുക്ക് നോക്കുമ്പോൾ സമയത്തൊക്കെ കാണുന്നൊരു കാര്യം, ഇതുവരെ ഇല്ലാത്ത പല ആളുകളും രേണുസുധി എന്ന വിധവ ആക്രമിക്കപ്പെടുന്നു,
രേണുസുതി എന്ന് പറയുന്ന സിംഗിൾ പാരന്റ് ആക്രമിക്കപ്പെടുന്നു എന്ന രീതിയിലുള്ള ഭയങ്കരമായ സെന്റിമെന്റൽ പോസ്റ്റുകളാണ്. അതിനോട് ചേർന്നൊക്കെ രീതിയിലാണ് രേണുസുതി ഈ ബിഗ് ബോസിൽ പ്രസന്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 1-2 ക്ലിപ്സിൽ ഞാൻ കണ്ടത് രേണുസുതിയോട് ആ കണ്ടസ്റ്റന്റ് പറയുന്നുണ്ട്, ഇവിടെ വിധവയെ കുറിച്ചൊന്നും ആരും പറഞ്ഞിട്ടില്ല, അപ്പോൾ ആ കാർഡ് ഇറക്കാൻ നിൽക്കണ്ടെന്ന്. ഇപ്പം മോഹൻലാൽ അടക്കം പറയുന്നുണ്ട് അങ്ങനെയുള്ള കാർഡുകൾ ഒരു വിക്ടിം കാർഡൊക്കെ ഇറക്കാനാണ് കളിക്കാൻ നിൽക്കുന്നത്, കീറിപ്പോന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ കാർഡ് പുറത്ത് നടക്കും. ബിഗ് ബോസിന്റെ അകത്ത് നടത്തില്ലായിരിക്കും, ചിലപ്പോൾ ബിഗ് ബോസ് തീരുമാനം എടുക്കുമായിരിക്കും, മോഹൻലാലിനെ വിമർശിക്കുമായിരിക്കും, ചിലപ്പോൾ പണിഷ്മെന്റ് ഇട്ടായിരിക്കും, എനിക്കറിയില്ല, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എനിക്കറിയില്ല. പക്ഷേ ബിഗ് ബോസിന് പുറത്ത്, അതായത് നമ്മുടെ നാട്ടിൽ ഈ കാർഡൊക്കെ നടക്കും. ആ ശ്രമമാണ് ഇപ്പോൾ PR എന്ന രീതി നടക്കുന്നത്. രേണുവിന്റെ കാര്യത്തിൽ ഏറ്റവും വർക്കൗട്ട് ആവുന്ന PR ആണ് ഈ വിധവ കാർഡ് എന്ന് പറയുന്നത്. അതേപോലെ സിംഗിൾ പാരന്റ് കാർഡ്, ബോഡി ഷേമിങ്, ഇത് 3 കാർഡ് എന്ന് പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ചില ആളുകൾ അനുഭവിക്കുന്ന അവസ്ഥയാണത്. ആ അവസ്ഥ അനുഭവിക്കുന്ന ആളുകൾക്ക് സത്യത്തിൽ അതിൽ നിന്നൊരു മോചനം ഉണ്ടാകേണ്ടതുണ്ട്. അവരെ സമൂഹം വിമർശിക്കുന്ന രീതിയിൽ മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ അങ്ങനെ ഉള്ളപ്പോൾ തന്നെ ഇതൊരു സാധ്യതയാണെന്ന് കണ്ട് ഉപയോഗിച്ചൊരു വ്യക്തിയായിട്ടാണ് ഞാൻ കണ്ടുള്ള രേണുസുതിയെ. ആദ്യമൊക്കെ നമ്മൾ ആ വിഷയം കാണുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ ഇവരല്ലെങ്കിൽ ഇവരെ കൂടെ നിൽക്കുന്നവർ ചെയ്തത് അത്തരത്തിലെ കാർഡുകൾ എങ്ങനെ മാക്സിമം റീച്ചിന് വേണ്ടി ഉപയോഗിക്കാമെന്നുള്ളതാണ്. അതങ്ങനെ തന്നെ വിമർശിക്കപ്പെടേണ്ട കാര്യമാണ്, അങ്ങനെ തന്നെ വിമർശിക്കുകയും ചെയ്യും. ഇത് ഇവിടെ മാത്രമല്ല, ഫേസ്ബുക്കിൽ ഇതിനു മുമ്പേ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ കാർഡിറക്കി കളിക്കുന്ന കാര്യം ഇനിയും കണ്ടാൽ ഇനിയും വിമർശിക്കും. അതേസമയം തന്നെ അവരൊരു കാര്യം ചെയ്തു, ആ കാര്യം ചെയ്യുമ്പോൾ വിധവയായി ഇവരെന്തിനു ചെയ്യുന്നു, ഈ കോലം വെച്ച് ഇവരെന്തിനു ചെയ്യുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ വിമർശിക്കപ്പെടേണ്ടതാണ്. പക്ഷെ ചെയ്യുന്ന കാര്യം മോശമായതിനു ശേഷം അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു വിധവ ആയതുകൊണ്ടല്ലേ, ഒരു സിംഗിൾ പാരന്റ് ആയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ എൻ്റെ ശരീരം ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ വിമർശിക്കുന്നത് എന്നുള്ള കാർഡ് ഇറക്കി കളിക്കുന്ന വിക്ടിം കാർഡ് പരിപാടി, അത് വിമർശിക്കപ്പെടുക തന്നെയും. ഇപ്പോൾ ഇവർ ചെയ്തൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PR വർക്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. നമസ്കാരം, ഞാൻ രേണുസുതിയാണ്. 1ാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. അപ്പം എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, സുചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ എല്ലാവരും, സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഈ സംഭവം കാണുമ്പോൾ സാമാന്യ ബോധമുള്ളവർ വിചാരിക്കേണ്ടതാണ് ബിഗ് ബോസിൻ്റെ അകത്തിരിക്കുന്ന രേണു എങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇത് ചെയ്തു എന്നുള്ളത്. പക്ഷെ അങ്ങനെ ചിന്തിക്കില്ല എന്നുള്ളതാണ് ഈ PR വർക്കിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോസ്റ്റിലുണ്ടല്ലോ, ആ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ കാണുന്നൊരു സംഭവം ഇങ്ങനെയാണ്. രേണു എന്ന് പറയുന്ന ഒരു വിധവ നേരിടുന്ന പ്രശ്നങ്ങൾ, അതിന് ലഭിക്കുന്ന സപ്പോർട്ടാകട്ടെ നിങ്ങളുടെ ഓരോ വോട്ടും, ഈ രീതിയിലാണ്. അപ്പം ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് കമൻറ്റ് ചെയ്തു, നിങ്ങൾ എന്തറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഈ സംഭവം ചെയ്യുന്നത്? ഇവർ ചെയ്ത പല കാര്യങ്ങളും ഉണ്ട്. ഇതൊക്കെ ഇവരോട് കൂടെ ചേർന്ന് നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇവരുടെ അറിവോ സമ്മതത്തോടെ വന്നിരിക്കുന്ന വിമർശനങ്ങളാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ആ കമൻറ്റും കാണുന്നില്ല, ആ പോസ്റ്റും കാണുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ അതിൽ നിന്ന് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ആ ലിങ്ക് ഞാൻ ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ കാണുന്നേ ഇല്ല. അപ്പോൾ ആ രീതിയിൽ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. സ്വന്തം കയ്യിൽ പൈസ ടിപ്പ് രേണു ചെയ്യില്ലായിരിക്കും. കാരണം രേണുവിന് അത്രയും വലിയ വരുമാനം, ഇപ്പോൾ 1 ലക്ഷം രൂപ എനിക്ക് നിങ്ങൾക്ക് മാസം തരും, ഞാനിതൊക്കെ നിർത്താവുന്ന രേണു പറയുമ്പോൾ അവരുടെ ഒരു വരുമാനം 1 ലക്ഷമാണെന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷെ നാട്ടിലുള്ള സാമാന്യം ഒരു ജോലിക്ക് പോകുന്ന, അതായത് ഇപ്പോൾ നമ്മൾ സ്കിൽഡ് ലേബേഴ്സായ ആളുകളൊക്കെ ചെയ്യുന്ന ജോലി എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ദിവസം 1500 അല്ലെങ്കിൽ 2000 കിട്ടുമെന്ന് പറഞ്ഞാലും ഈ മാസം മുഴുവനും പണിയെടുത്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഈ പറയുന്ന 1 ലക്ഷം രൂപ വരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സാഹചര്യത്തിലാണ് രേണുസുതി 1 ലക്ഷം രൂപയെക്കുറിച്ച് പറയുന്നത്. പക്ഷേ ബിഗ് ബോസിലെ കാര്യം അങ്ങനെയല്ല. ഇപ്പോൾ ബിഗ് ബോസിൽ ഇവരുടെ പേയ്മെൻറ്റ് എത്രയാണെന്ന് അറിയാനായിട്ട്, അപ്പോൾ ഈ സി ന്യൂസിൽ നോക്കുമ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് രേണുസുതിയെക്കുറിച്ച് പറയുന്നില്ല, അതിൽ വേറെ ആളുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ടർ മോഡലായിട്ടുള്ള ജിസലിൻ്റെ പേയ്മെൻറ്റ് 30,000 ആണ്. കുറച്ചുകൂടി പോകുന്നുണ്ടെങ്കിൽ അതിന് മേളിലേക്ക് ചെല്ലുമ്പോൾ 35,000 കാണാം. കുങ്കുമപ്പൂവിൽ ആക്ടറും കൊടുത്തിരിക്കുന്നത് 35,000. അതേപോലെ അങ്കമാലി ഡയറീസിൽ വില്ലനായിട്ട് വന്ന ആ വ്യക്തിക്ക് അപ്പാനി രവിക്ക് കൊടുത്തിരിക്കുന്നത് 35,000. പിന്നെ അങ്ങനെ താഴത്തേക്ക് പോകുന്നത് കാണാം 10,000 വരെ പേയ്മെൻ്റ് ഉള്ളവരുണ്ട്. രേണുസുതിയുടെ കാര്യം പോസ്റ്റിൽ കണ്ടില്ല. പക്ഷേ ഫിൽമി ബീറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് നോക്കുമ്പോൾ കാണുന്നത്, അക്കോർഡിംഗ് ടു ഫിൽമി ബീറ്റ് റിപ്പോർട്ട്, ബോത്ത് അനുമോൾ RS ആൻഡ് രേണുസുതി ആർ റിപ്പോർട്ടഡ്ലി ടേക്കിംഗ് സം 50,000 പെർ ഡേ. ഏകദേശം 50,000 രൂപ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. സത്യമാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അത്രത്തിലേക്ക് പോകുന്നില്ല. ഒരു 25,000 കിട്ടുമെങ്കിലും നമ്മൾ വിചാരിക്കാം. അത്രയെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചാൽ തന്നെ 10 ദിവസം ആകുമ്പോഴേക്കും ഇവർക്കൊരു 25,000 രൂപ വെച്ച് 10 ദിവസം ആകുമ്പോൾ 2.5 ലക്ഷം രൂപയായി. 100 ദിവസം അവിടെ നിന്നുണ്ടെങ്കിൽ 25 ലക്ഷം രൂപ കിട്ടും. ഇനി സമ്മാനം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 50 ലക്ഷം കിട്ടും. നേരത്തെ കോൺടസ്റ്റിനൊക്കെ 50 ലക്ഷം കിട്ടിയതാണ് അറിയുന്നത്. ഒരു 50 ലക്ഷം കിട്ടും. ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് ആയിരിക്കും ഈ PR വർക്ക് ചെയ്യുന്ന ആൾക്കാർ മേടിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പണി അവരെടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പെർസെൻറ്റേജ് കിട്ടിയാൽ തന്നെ, എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ, ഒരു പെർസെൻറ്റേജ് കിട്ടിയാൽ തന്നെ നല്ല രീതിയിൽ ഒരു പേയ്മെൻ്റ് അവർക്ക് കിട്ടും. അപ്പോൾ അതിനനുസരിച്ചുള്ള PR വർക്ക് അവർ ചെയ്യും. അതിലവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നത് ഈ സെൻറ്റിമെൻ്റൽ കാർഡ്സ് തന്നെയാണ്. ഇപ്പം നിങ്ങൾ
സ്റ്റാർ സിംഗറോ അതുപോലെ ഷോയ്ക്ക് എടുത്ത് നോക്കിക്കോളൂ. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനാ പാട്ടിന് പ്രാധാന്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. അതിനേക്കാൾ പ്രാധാന്യം അവിടെ നടക്കുന്ന സെന്റിമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ്. ഇത് കണ്ട് എൻ്റെ കണ്ണെന്ന് അറിയാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഡെഡിക്കേഷൻ റൗണ്ടാണ്. അപ്പോൾ അതിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ള ഡെഡിക്കേഷനാണ്. ആ സമയത്ത് ഒരു ആക്സിഡന്റ് നടന്ന കാര്യം പുള്ളി പറയുന്നുണ്ട്. ആക്സിഡന്റ് നടന്ന കാര്യം പുള്ളി തമാശയൊക്കെ ചേർത്താണ് പറയുന്നതെങ്കിൽ പോലും പറഞ്ഞു വരുമ്പോൾ നമുക്ക് സങ്കടം വരും. അപ്പോൾ ആ സമയത്ത് അവന് വോട്ട് ചെയ്യാനൊരു സാധ്യത കൂടുതലാണ്. പെർഫോമൻസിനെയൊക്കെ നമ്മൾ ആ സമയത്ത് മറന്നു പോകും. പിന്നെ അവരുടെ ജീവിതത്തിലേക്കാണ് നമ്മൾ നോട്ടം പോകുന്നത്. അത്തരത്തിൽ ആളുകളുടെ സെൻറ്റിമെൻറ്റ്സിനെ തിരിക്കാനുള്ള ഒരു ശ്രമം ഈ PR വർക്ക് നടത്തുന്നവർ ചെയ്യുന്നുണ്ട്. എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ ചോയ്സ് തന്നെയാണ് ആർക്ക് വോട്ട് ചെയ്യണം വേണ്ടതുള്ള. ഇപ്പോൾ ഏഷ്യാനെറ്റ് ആണെങ്കിൽ പോലും ഏഷ്യാനെറ്റിൻ്റെ തമ്പനയിൽ വോട്ടിങ്ങിനെ കുറിച്ച് വരുമ്പോൾ ആദ്യം വരുന്ന രേണുസുധിയുടെ ചിത്രമാണ്. അവർക്ക് തന്നെ അറിയാം രേണുസുധിയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള ഹോട്ട് കേക്ക് എന്നുള്ള സംഭവം. ബാക്കിയുള്ള ആളുകൾ ഇപ്പോൾ അപ്പാനരുവിയൊക്കെ നല്ല കിടിലായിട്ട് അഭിനയിക്കുന്ന ആളുകളാണ്. എന്നിരുന്നാൽ തന്നെയും ഈ പറയുന്ന റീച്ചൊക്കെ വെച്ച് നോക്കുമ്പോൾ രേണുസുധിക്ക് തന്നെയാണ് സാധ്യത. ഞാൻ വിചാരിക്കുന്നത്, എൻ്റെ ഒരു വ്യക്തിപരമായ വിചാരം, ഈ സീസണിൽ വിജയിക്കാൻ സാധ്യതയുള്ള വ്യക്തി രേണുസുധിയാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ സാധ്യത ഉള്ളപ്പോൾ ഈ PR വർക്ക് നടക്കും. പക്ഷേ ഈ വിധവ കാർഡ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള ബാക്കിയുള്ള സിംഗിൾ പാരന്റ് എന്ന് പറയുന്ന സംഭവം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവരൊന്ന് കരയുന്നൊരു വീഡിയോ ഉണ്ട്, എൻ്റെ മകനെ എൻ്റെ മക്കളെ എന്നൊക്കെ പറഞ്ഞ് കരയുന്നത്. എനിക്കത് കേട്ടിട്ട് ഡ്രാമയായിട്ട് തോന്നിട്ട്. കാരണം ഇതിനു മുമ്പേ കുട്ടികളെ കുറിച്ച് പറയുന്ന ഒരു സംഭവം ഞങ്ങൾ ഓൺലൈൻ മീഡിയാസായിട്ട് സംസാരിക്കുന്ന സമയത്ത്, എന്നാൽ പിന്നെ മക്കള് നിങ്ങൾ കൊണ്ടുപോയി നോക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും നോക്കാൻ തയ്യാറാവുക, ഞങ്ങൾ വിട്ടുതരാം എന്നൊക്കെ പറയുന്ന അവരുടെ അപ്പനെ മറ്റവരും സംസാരിക്കുക രേണുസുധിയുടെ. ആ സമയത്ത് ഇവരുടെ മുഖത്ത് ഈ പറയുന്ന സിൻഡ്യൂസൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഒരാൾ ഇരുന്നിട്ട് എൻ്റെ ഹൃദപ്പ, എൻ്റെ കിച്ചു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു കാണുമ്പോൾ എന്നെ സമയത്ത് എനിക്ക് ഡ്രാമയായിട്ടാണ് തോന്നുന്നത്. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കാം ഇവന് ഇത്ര ക്രൂരനാണോ എന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ സംഭവങ്ങളൊക്കെ ഇമോഷണലൊക്കെ ചേർന്നതാണ് പിന്നീട് വോട്ടായിട്ട് മാറുന്നത്. അപ്പം ഇതൊക്കെ വേണമെന്നും ഇതൊക്കെ ആവശ്യമാണെന്നും കൃത്യമായ ബോധ്യത്തോടെ നല്ല PR ട്രെയിനിങ് കിട്ടിയിട്ട് തന്നെയാണ് രേണുസുധിയുടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ആ വീഡിയോ പുറത്തു വരില്ല. അതേപോലെ പല സാഹചര്യങ്ങളിൽ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ ആഴ്ച ഞാൻ പുറത്താകും, അല്ലെങ്കിൽ ഒന്നാമത്തെ ആഴ്ച ഫോർ എക്സാമ്പിൾ ഒന്നാമത്തെ ആഴ്ച ഒരു ലീഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയത്ത് പിന്നെ അതിനുവേണ്ടി വേറെ വീഡിയോ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ സ്നേഹം എന്നോടുള്ള സ്നേഹമല്ല, അതിൻ്റെ സുധിച്ചേട്ടനുള്ള സ്നേഹമാണെന്ന് എനിക്കറിയാം, ആ സ്നേഹമാണ് വോട്ടായിട്ട് മാറുന്നത്. അതേപോലെ തന്നെ എന്നെപ്പോലെ വിധവകളായിട്ടുള്ള അല്ലെങ്കിൽ സിംഗിൾ പാരൻ്റായ ആളുകൾക്ക് സമൂഹം നൽകുന്ന പിന്തുണയാണ് ഈ കിട്ടുന്ന വോട്ട്, അത് തുടർന്നും ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ ഇതേ സെൻറ്റിമെൻറ്റ്സ് തന്നെ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ രണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ രണ്ടാമത്തെ ആഴ്ചയ്ക്ക് വേണ്ടി 2 ഓപ്ഷൻസ് ഉണ്ടാവും, മൂന്നാമത്തെ ആഴ്ചയ്ക്ക് വേണ്ടി 2 ഓപ്ഷൻസ് ഉണ്ടാവും. അങ്ങനെ 100-ാം ദിവസത്തിന് മുമ്പ് എന്ത് ചെയ്യണം, 90-ാമത്തെ ദിവസം ആകുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പ്ലാൻഡ് ആയിരിക്കും. ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ ഇത് പ്ലാൻഡായിട്ട് ഇറങ്ങിയതല്ലേ എന്ന് കുറച്ച് പേരെങ്കിലും ചോദിച്ചെന്നുള്ളതാണ് അതിന് സംഭവിച്ച പാളിച്ച. പക്ഷെ കുറേ അധികം പേര് ഇപ്പോഴും വിചാരിക്കുന്നത് തോക്കുമെന്ന് എഴുതി രേണുസുധി ഇട്ടിരിക്കുന്ന വീഡിയോ ആണ്, അതുകൊണ്ട് വോട്ട് ചെയ്യണമെന്നാണ്. അപ്പോൾ വോട്ട് ചെയ്യുന്നവർ മനസ്സിലാക്കുക, ഈ സംഗതികളൊക്കെ വിജയികളാകാൻ വേണ്ടിയുള്ള കാര്യമാണ്. ഇവർ വിജയിച്ചു കഴിഞ്ഞാൽ ഇവർക്കും സമ്മാനം കിട്ടും. ഈ PR വർക്ക് ചെയ്യുന്നവർക്ക് എന്തായാലും ഒരു പെർസെൻറ്റേജ് കിട്ടാതിരിക്കില്ല. ഇവിടെ വെച്ച് തീരുന്നതല്ല. ഇനി രേണുസുധി ഇത് വിജയിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അടുത്തതെന്താണ് നമുക്കറിയാം. ഇപ്പോൾ ഒരു ബിഗ് ബോസിൽ നിന്ന് വിന്നറായി പുറത്തിറങ്ങുന്നത് പിന്നെ കുറച്ചാൾ നമ്മൾ പല ഉദ്ഘാടനങ്ങളും കാണാം, അവരുടെ പല സ്റ്റേറ്റ്മെൻറ്റുകൾ കാണാം, ഒരുപാട് ഇൻ്റർവ്യൂസ് കാണാം ഓൺലൈൻ മീഡിയാസിൻ്റെ. അപ്പോൾ ഇതിനൊക്കെ കിട്ടുന്ന റീച്ചും പേയ്മെൻറ്റും ഒക്കെ നോക്കി തന്നെയാണ് ഇതിനു വേണ്ടി ആൾക്കാർ PR-ന് വേണ്ടി ആൾക്കാർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എന്നെ സമയത്തോളം ഇത് ജയിക്കാൻ വേണ്ടിയുള്ള കളികൾ മാത്രമാണ്. ഇനിയപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വോട്ട് ചെയ്യണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് കാണുന്നവരുടെ ഇഷ്ടം. എന്താണ് വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത് അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം എന്നൊക്കെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.